ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏകദേശം നമ്മളെ പ്ലാൻ നോക്കി ഈ സെറ്റപ്പൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എങ്ങോട്ടാണെന്ന്, എന്തിനു വേണ്ടി പോകണത്? നോമ്പ് കാലമാണേ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഫുള്ള് കാണുന്നതിന് മുന്നേ കമൻറ്റ് ചെയ്യണം. കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇത് പെങ്ങളെ വീടാണ്. പെങ്ങളെ വീട്ടിൽ നിന്നും ഉമ്മയും പെങ്ങളെ 2 മക്കളുണ്ട്. ഓരും നമ്മളും എല്ലാം കൂടി പോവാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ലല്ലോ. വാ, നമ്മളെ കൂടെ പോരി. എന്താ പരിപാടി എന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പം പോവല്ലേ? കമോൺ. ഇതാണ് നമ്മളെ ദിയാമൃസ. പിന്നെ എല്ലാവരും വണ്ടിയിലുണ്ട്. നേരെ വീട്ടിൽ വണ്ടി എടുത്ത് പോണ വഴിക്ക് 2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഐസ് ക്യൂബും പഞ്ചസാരയും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നേരെ ഇത് നമ്മളെ പെങ്ങളെ മോളാണ്, ഓരോ മക്കളും. റെയിൽവേ ക്രോസിൽ നമ്മൾ കഴിച്ചിലായിട്ടുണ്ട്. ബാക്കത്തെ വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുന്നൊരു സാധനം കളക്ട് ചെയ്ത ഒരാളെ വിട്ടിട്ടുണ്ട്. വത്തക്ക അവിടെ പോയി അപ്പം നമ്മളെ കസിൻ്റെ അടുത്ത് വത്തക്ക മേടിച്ചവരാണ് അവിടെ പൂട്ടിപ്പോയത്. നമ്മളെ വണ്ടി മാത്രമേ പുറത്ത് വിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ബീച്ച്, കോനാട് ബീച്ച്, ആ ലൊക്കേഷനിൽ എത്തിയത്. അപ്പോൾ അവിടുന്ന് വണ്ടിയിൽ കയറ്റിയ സാധനങ്ങളൊക്കെ ഇറക്കുകയാണ്. സ്നാക്സിൻ്റെ കുറച്ച്, വത്തക്ക കലക്കാനുള്ള ജാറ്, ട്രേകൾ, വെള്ളം, പായ്, ഐസ് ക്യൂബ്, ട്രേ, കട്ടിംഗ് ബോർഡ്, നൈഫ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ അൺലോഡ് ചെയ്യാണ്. നേരെ എല്ലാവരുടെ കയ്യിൽ ഓരോരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരെ എല്ലാവരെയും കൂട്ടി പായ്ക്ക് ഇത് വിളിച്ച് ഐഫ വരുന്ന എല്ലാവരെയും കൂട്ടി നേരെ ബീച്ചിലേക്ക്. ഇനി അവിടെ ഒരു നല്ല സ്പോട്ട് സെലക്ട് ചെയ്യണം. അവിടെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഈ പോണതാണ് നമ്മളെ ഉമ്മ കേട്ടോ. ഉമ്മാണ് നമ്മളെ ഉമ്മനെയും കൂട്ടിയിട്ട് ഉമ്മക്ക് ഒറ്റയ്ക്ക് നടക്കുന്നു പോവാണ്. നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി കാറ്റാണ്. ഇതാ ഉമ്മനെ മക്കൾ ഇവിടുന്നതാ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉമ്മനെക്കൊണ്ട് വീയൊക്കെ ഇടിയിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഉമ്മനെക്കൊണ്ട് വീയൊക്കെ അടിച്ച്. പായ് കണ്ടോ, പായ് ഒക്കെ പറന്നു പോകുന്നുണ്ട്. പായൊന്നും താഴത്ത് നിൽക്കുന്നില്ല. അങ്ങനെ പായ് 4 ആളല്ല 6 ആളാണ് പിടിച്ച് സെറ്റാക്കുന്നത്. അങ്ങനെ പായ് സെറ്റാക്കുക. ഒരു പായ് സെറ്റാകുമ്പോൾ അടുത്ത പായ് പോകുന്നുണ്ട്. അങ്ങനെ പായ് ഇവർക്ക് വിരിക്കാനൊന്നും കഴിയില്ല. ഒരു വിധത്തിൽ ഓരോ വെയിറ്റ് വെച്ചിട്ടൊക്കെ പായ് വിരിക്കുകയാണ്. അങ്ങനെ പായ് വിരിച്ച് ഓരോരോ സാധനങ്ങൾ അവിടെ വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പണികളൊക്കെ തുടങ്ങാൻ. ഏകദേശം 6 മണീൻ്റെ അടുത്ത് സമയമായിട്ടുണ്ട് കേട്ടോ. 6:38 ബാങ്ക്. അപ്പോഴത്തേക്കൊക്കെ സെറ്റ് ചെയ്യണത്. അടുത്ത ടീം വരുന്നിട്ട് ഓരോരുത്തർ വത്തക്ക അവളാണ് സ്പോൺസർ ചെയ്തത്. വത്തക്ക, ഷമാമ, അങ്ങനത്തെ സാധനങ്ങൾ. നേരെ വത്തക്ക വെള്ളം കലക്കാനുള്ള പണി നോക്കിയാലോ. നേരെ വത്തക്ക കട്ട് ചെയ്തു. അങ്ങനെ വത്തക്ക വെള്ളം കലക്കാനുള്ള പണി നോക്കുകയാണ്. വത്തക്ക കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ കത്തിയോണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നേരെ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിയില്ലേ, ഐസ് ക്യൂബൊക്കെ ഇട്ട് സെറ്റാക്കി പഞ്ചസാര ഇട്ട് വെള്ളം കലക്കാനുള്ള പണി അങ്ങോട്ട് നോക്കുക. ഒന്നും സെറ്റായില്ലെങ്കിൽ വെള്ളമെങ്കിൽ കുടിക്കാമല്ലോ. അപ്പോൾ അപ്പണി അങ്ങോട്ട് സെറ്റാക്കുക. ഐസ് ക്യൂബാണ് മേടിച്ച ഫുൾ അതിലിട്ടോ. ഏകദേശം എത്ര 1 കിലോ 3 കിലോ ഇട്ടാന്ന് തോന്നുന്നു, നോക്കിയിട്ടില്ല. പിന്നെ കടലിൻ്റെ ആംബിയൻസും കണ്ട് 2 ചേത്താന്മാർ കഥ പറഞ്ഞിരിക്കുക. അവിടുന്ന് തല്ലുണ്ടാക്കി അവിടെ പോയിട്ട്. ബാക്കി പണിയൊക്കെ അവിടെ പോയിട്ട്. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങൂല കേട്ടോ, അത്ര പ്രശ്നക്കാരൊന്നുമല്ല. നേരെ തക്കാക്കൻ്റെ മോണ്ട് അവൻ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് സെറ്റാക്കണം. തണുത്ത ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഇളക്കി അത്യാവശ്യം ഇളക്കലാണ്. ഒരു രക്ഷയില്ലാത്ത ഇളക്കലാണ്. നല്ലതെല്ലാം ഒന്ന് സെറ്റാവുള്ളൂ. പഞ്ചസാരയൊക്കെ ആദ്യം ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട് പഞ്ചസാര ഇളക്കിയിട്ട് ലേശം ബുദ്ധിമുട്ടാണ്. ഇത് മതിയോയെന്ന് ചോദിച്ചു നോക്കിയാൽ, പക്ഷേ ഇത് പോരാ. എണ്ണം കൂടുതലുണ്ട്, വെള്ളം കൂടുതൽ വേണം. ഒഴിച്ചുകൂടെ അളിയാ കുറച്ച് വെള്ളം കൂടിയെന്ന്. അങ്ങനെ വെള്ളം ഒഴിച്ച് ഇത് ടേസ്റ്റ് ചെയ്യാൻ ആരെയും വേണ്ട, എല്ലാവർക്കും നോമ്പാ. ലാസ്റ്റ് നമ്മളൊരാളെ കിട്ടി. അങ്ങനെ ആളോട് പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഓരോ നമ്മൾ സമ്മതിപ്പിച്ചു. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതിൽ പെട്ടുപോയതാണ്. ഓരോ നമ്മളോട് ക്ഷമിക്കുക. ടെസ്റ്റ് ചെയ്യുന്ന ആളെ കണ്ടല്ലോ, ടെസ്റ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. മധുരം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപാര മധുര എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വത്തക്ക വെള്ളം റെഡി ആയിട്ടുണ്ട്. അടുത്തത് പിന്നെ നമ്മൾക്ക്
ഇനി വേറെ സാധനങ്ങളൊക്കെ വരണം. നമ്മൾ കുറച്ച് സ്നാക്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലാവരും നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പം വത്തക്ക നമ്മൾ കൊണ്ടുവന്ന വത്തക്ക ഉണ്ടല്ലോ, പകുതി നമ്മൾ വെള്ളം കലക്കിയിട്ടുള്ളൂ, പകുതി നമുക്ക് കട്ട് ഫ്രൂട്ട്സിന് എടുക്കാം. അങ്ങനെ കട്ട് ഫ്രൂട്ട്സിന് കട്ട് ചെയ്യുന്ന രീതികളൊക്കെ കണ്ടല്ലോ. ഞാനൊരു സംഭവമൊന്നുമല്ല, പക്ഷേ പണ്ട് കേട്ടക്കിനൊക്കെ പോകണ്ടേ, കട്ടിങ്ങൊന്നും നമുക്കൊരു വിഷയമല്ല. എത്ര ഫ്രൂട്ട്സ് വേണം നമ്മൾ ഇരുന്ന് കട്ട് ചെയ്തോളും, അതൊന്നൊരു വിഷയമല്ല. സെറ്റാക്കി കട്ട് ചെയ്ത് നമ്മൾ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ പിന്നെ അടുത്ത ആൾ വരുന്നുണ്ട്. ഇത് നമ്മളെ പെങ്ങളാണ് കേട്ടോ. പെങ്ങളെ കൂട്ടാൻ 2 നമ്മളെ മക്കളും കൂടി പോയി കൂട്ടിക്കൊണ്ടുവരാം. പെങ്ങളെ വക ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ 30 ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ജഗബൊക്കെ കട്ടിങ്ങാണ്. വത്തൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, അതാ കർമൂസ തൊലി കട്ട് ചെയ്യുന്നുണ്ട്, വൈഫ് ഇതാ ആപ്പിളും മുന്തിരിയൊക്കെ മുന്നിൽ വെച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ പണികളിലാണ്. അവർ കട്ട് ചെയ്ത് ട്രയലേക്ക് ഇടുന്നുണ്ട്. പെങ്ങളെ മോള് ഇതാ ട്രയലൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഒന്നും നോക്കില്ല, എന്ന് പറഞ്ഞാൽ 30 ചാടിക്കയറി കട്ട് ചെയ്യാൻ തുടങ്ങിക്കണ്. പിന്നെ 30 ഷെഫാകണ്ടേ, അത്യാവശ്യം എല്ലാ പണികളും എടുത്തോളൂ കേട്ടോ. വേഗം ചടപടേന്ന് കഴിഞ്ഞ് തീർക്കും 30. ഒരു രക്ഷയില്ലാത്ത ആളാണ്. അപ്പം ഫ്രൂട്ട്സിൻ്റെ കട്ടിങ് കണ്ടല്ലോ. ആപ്പിളുണ്ട്, മുന്തിരിണ്ട്, പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട്, പേരക്ക കൊണ്ടുവന്നിട്ടുണ്ട്, പൈനാപ്പിളുണ്ട്, എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് വെങ്ങളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫ്രൂട്ട്സ് വീഡിയോ പോലെ മറ്റേ ബിന്ദുപ്പണിക്കര മാതിരിയാണ് എല്ലാം കൂടി വാരി പിടിച്ചിക്കണം ഇങ്ങോട്ട്. ആ ഫ്രൂട്ട്സ് സാരം ചാമ്പിക്കണ്, 2 ആപ്പിളും ചാമ്പിക്കണ്, ഒരു ഉറുമാമ്പയും ചാമ്പിക്കണ്. അവൻ കാണുകയാണെങ്കിൽ കേട്ടോട്ടല്ലേ. അടുത്ത ആൾ ഇത് ഏടത്തമ്മയും മോനാട്ടോ. കാക്ക അവിടെ ഇല്ലാത്തതുകൊണ്ട് ഏടത്തമ്മ മോന് ഒരുത്തം ആദ്യം എത്തിക്കണ മൂത്ത ആളാണ്. അപ്പോൾ അടുത്ത സ്നാക്സ് ഓരോരുത്തർ കോൺട്രിബ്യൂഷൻ കേട്ടോ. അടുത്ത സ്നാക്സ് 2 ഐറ്റം സ്നാക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വക. പിന്നെ ചായയൊക്കെ 30 കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം ഓരോന്നിങ്ങനെ വെച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഇത് അടുത്തമ്മ കൊണ്ടുവന്നാണ്. ഓരോരുത്തർ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സാധനങ്ങളും കണ്ടല്ലോ, അത്യാവശ്യം എല്ലാ സ്നാക്സും ഉണ്ട്. പിന്നെ വത്തക്ക വെള്ളം ഗ്ലാസ്സിൽ വയ്ക്കുക. ഏകദേശം ടൈമായിട്ടുണ്ട്. വത്തക്ക വെള്ളമൊക്കെ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്ത് സെറ്റാക്കി കേട്ടോ. കണ്ടല്ലോ, എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ എല്ലാ സാധനങ്ങളും എല്ലാം കൊണ്ട് നല്ല സെറ്റൊക്കെ ഉണ്ട്. പിന്നെ സാധനക്കാട്ടും പ്രിയം എല്ലാവരും കൂടി കഴിക്കുന്നതാണ്. എല്ലാവരും ഇതാ അടിപൊളിയായിട്ട് നല്ല കാറ്റും നല്ല ആംബിയൻസ്. മാങ്ക് കൊടുത്തിട്ട് ഒരു രക്ഷയില്ല, വാരിപ്പെടുത്താം. പിന്നെ കാരൊക്കെ പറയുന്നുണ്ട്, നോമ്പുള്ളവർ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും എടുത്തേക്കും കേട്ടോ. എല്ലാവർക്കും നോമ്പുണ്ടെന്ന് വിചാരിക്കുക, നോമ്പുണ്ടാവും എല്ലാവർക്കും. അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കി, പിന്നെ ആരും തമ്പ് നോക്കില്ല. ലാസ്റ്റ് അവസാനം തിന്ന് കഴിഞ്ഞൊക്കെ കൂടി പിന്നെ അതാ ഐറ്റങ്ങൾ ഷോടെല്ലാം തുടങ്ങിയിട്ടുണ്ട് ബീച്ചിൽ. ആ ഐറ്റങ്ങൾ ഷോക്കായി നേരെ നെഹദിയിൽ നമ്മൾ പോവാണ്. എന്ത് കഴിക്കാനാന്നുള്ള നമുക്ക് അവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കാം. അവിടെ പൈസയും കൊടുത്തിട്ട് 25 മിനിറ്റ് കാത്തു നിന്നാലേ സാധനം കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും റിവ്യൂ കൊടുക്കാമായിരുന്നു. നമ്മളിവിടെ എന്തെങ്കിലും വന്നത് പറയൂ, പറഞ്ഞിട്ട് പോയാ മതി. നല്ല ടൗണിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ചപ്രി ചപ്രി പ്രോ മാക്സ്, ചപ്രി പ്രോ, TMT റിവ്യൂ ഒക്കെ പോയി. പിന്നെ നമ്മളെ മക്കളായിട്ട് കുറ്റം പറയില്ല, ഒന്നൊരു മോശം ഉണ്ടല്ലോ. ഏകദേശം അവിടെ 25 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടല്ലോ, പൈസയും കൊടുത്തില്ലേ. മാക്സിമം അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം അവിടെ കച്ചറ കളിച്ചിരിക്കും എല്ലാം എണ്ണോ കണ്ടല്ലോ. എല്ലാം കൂടി ഒത്താൽ പിന്നെ ഒരു രക്ഷയുണ്ടല്ലോ. അങ്ങനെ അവസാനം നമുക്ക് സീറ്റ് കിട്ടിട്ടോ. ഞങ്ങൾ പറഞ്ഞത് ഗ്രീൻ ചില്ലി മന്തിയാണ്. ഗ്രീൻ ചില്ലി മന്തി പറഞ്ഞിട്ടുണ്ട്. അതാ വരാനൊരു സമയമുള്ളൂ. എല്ലാവരും അവിടെ ഏറ്റവും വലിയ പീസ് എത്തിക്കണം. ഒരു രക്ഷയില്ല, വാരിപ്പിടുത്താ. 4 മന്തി ഓർഡർ ചെയ്ത് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടേന് വേണ്ടോളം തിന്നാം. അങ്ങനെ എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ട് ഒരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ തിന്ന് അതിൻ്റെ ബീച്ചിലേക്ക് തന്നെ പോയി. അവിടെ കുറച്ചും കൂടി കാറ്റ് കൊണ്ടിട്ട് വീട്ടിൽ പോകാറുണ്ട് വിചാരിച്ച്. അങ്ങനെ ലാസ്റ്റ് കാറ്റൊക്കെ കൊണ്ട് ലാസ്റ്റിമിൻ്റെ തൊലി അടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ വീണ്ടും കച്ചറാണ്. എല്ലാവരും കൂടി ഉണ്ടാകുമ്പം അടിപൊളിയാണ് ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി ബീച്ചിലൊക്കെ ഒന്ന് അലമ്പാക്കി അങ്ങനെ ലാസ്റ്റ് വീട്ടിലേക്കുള്ള പോകുന്നൊരു തീരുമാനം. അങ്ങനെ ഏകദേശം സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.